2026 എന്ന പേരിട്ടുകൊണ്ട് ബാലവേദിയുടെ ആലപ്പുഴ ജില്ലാ കലോത്സവം കായംകുളത്ത് വെച്ച് ചേരുകയാണ്. 23-ാം തീയതി രാവിലെ 9:30 പതാക ഉയർത്തി തുടങ്ങുന്ന ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം 4 വേദികളിലായിട്ടാണ് പരിപാടികൾ ക്രമീകരിച്ചിട്ടുള്ളത്. വേദി 1 രാവിലെ ലളിതഗാന മത്സരവും, വേദി 2 രാവിലെ കവിതാലാപനവും, വേദി 3 മിമിക്രിയും മോണോ ആക്റ്റും, വേദി 4 ചിത്രരചനയും ഉപന്യാസവും കവിതാരചനയുടെയും മത്സരങ്ങൾ ആണ് സംഘടിപ്പിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം വേദി 1 ചലച്ചിത്ര ഗാനവും, വേദി 2 പ്രസംഗ മത്സരവും സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. ഇതുവരെ ഏതാണ്ട് 150 മുകളിൽ കുട്ടികൾ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഏതാണ്ട് ഒരു 280 കുട്ടികളെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ നമ്പറിലേക്ക് വരുന്ന 2 ദിവസത്തിനകത്ത് എത്തും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് ഉള്ളത്. തുടർന്ന് 24-ാം തീയതി വേദി 1 സിനിമാറ്റിക് ഡാൻസാണ് അരങ്ങേറുന്നത്. വേദി 2 നാടോടി നൃത്തം, വേദി 3 മാപ്പിളപ്പാട്ട്. ഉച്ചയ്ക്ക് ശേഷം വേദി 3 നാടൻ പാട്ടും, വേദി 1 സിനിമാറ്റിക് ഡാൻസും സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആലോചിച്ചിട്ടുള്ളത്. ആ അർത്ഥത്തിൽ 2 ദിവസക്കാലം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കുരുന്നുകൾ മാറ്റുരയ്ക്കുന്ന ജില്ലാ കലോത്സവത്തിനാണ് MSM സ്കൂളിൽ പ്രിയപ്പെട്ട നമ്മുടെ ഓണാട്ടുകരയുടെ നാടകകർത്താവ്, സാഹിത്യകാരൻ, ആ മേഖലകളിലെല്ലാം തിരക്കഥാകൃത്ത്, ആ മേഖലകളിലെല്ലാം ഏറെ പ്രഗത്ഭനായ തോപ്പിൽ ഫാസിയുടെ നാമധേയത്തിലുള്ള നഗറിലാണ് നമ്മുടെ ഈ കലോത്സവം സംഘടിപ്പിക്കപ്പെടുന്നത്. അതിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഈ പരിപാടിയുമായി സഹകരിക്കണമെന്നാണ് പറയാറുള്ളത്. 2026 ബാലവേദി ജില്ലാതല കലോത്സവത്തിന് ഈ ശനി ഞായറും മെയ് മാസം 23, 24 തീയതികളിൽ കായംകുളം സാക്ഷ്യം വഹിക്കുകയാണ്. കായംകുളത്തെ MSM ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് നമ്മുടെ ജില്ലയിലെ കുരുന്ന് പ്രതിഭകളുടെ ഈ കലോത്സവം അരങ്ങേറുന്നത്. കലോത്സവം 23-ാം തീയതി രാവിലെ ഉപ്പും മുളകും എന്ന ടെലിഫിലിമിൻ്റെ അതിലെ യുവതാരം കുമാരി ശിവാനി മേനോൻ ഉദ്ഘാടനം നിർവഹിക്കും. ഏതാണ്ട് 14 ഇനങ്ങളിലായി 300ഓളം കുട്ടികൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്ന മത്സരമായിരിക്കും 2 ദിവസങ്ങളിലായി നടക്കുക. എല്ലാ യൂണിറ്റ് തലത്തിലും പിന്നീട് പഞ്ചായത്ത് തലത്തിലും മണ്ഡലം തലത്തിലും മത്സരത്തിൽ പങ്കെടുത്ത് അവിടെ വിജയികളായി തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന പ്രതിഭകളാണ് ഈ 14 ഇനങ്ങളിലായി മത്സരിക്കാൻ എത്തുന്ന ഏതാണ്ട് 300ഓളം കുട്ടികൾ. ഇന്ന് അവധിക്കാലം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ സംഘർഷഭരിതമായ ദിനങ്ങളാണ്. മുൻകാലങ്ങളിൽ അവധിക്കാലം കുട്ടികൾക്ക് നാട്ടിൽ കൂട്ടായ്മകളോടുകൂടി കളിക്കാനും അതുപോലെ തന്നെ വിവിധ വിനോദങ്ങളിലും ഏർപ്പെടുന്നതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നതല്ല. ഇന്ന് അത്തരം കൂട്ടായ്മകൾ ഇല്ലാതായിരിക്കുന്നു. കുട്ടികളെല്ലാവരും അവരുടെ വീടുകൾക്കുള്ളിൽ തളയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അവരുടെ വീടുകൾക്കുള്ളിൽ ഡിജിറ്റൽ മീഡിയയ്ക്ക് മുമ്പിൽ തളയ്ക്കപ്പെട്ടിരിക്കുന്ന കുട്ടികൾക്ക് പഴയകാലത്തെ കുട്ടികൾ അന്ന് മധ്യവേനൽ അവധിക്കാലത്ത് അവർ ആസ്വദിച്ചിരുന്ന വിനോദങ്ങളിലൊന്നും ഏർപ്പെടുന്നതിന് വേണ്ടിയുള്ള അവസരം ഉണ്ടാകുന്നില്ല. ഇന്നീ ഡിജിറ്റൽ മീഡിയയിൽ തളയ്ക്കപ്പെട്ടിരിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ബാല്യം വീണ്ടെടുക്കാനും അവരുടെ സൗഹൃദ കൂട്ടായ്മകൾ സംഘടിപ്പിക്കാനും നാട്ടിലെ അവരുടെ സമാന പ്രായമുള്ള കുട്ടികളുമായി മത്സരിച്ച് അവരുടെ സർഗ വാത്സനകൾ പ്രോത്സാഹിപ്പിക്കാനും അതുവഴി സ്കൂൾ കലോത്സവം ഉൾപ്പെടെയുള്ള വളരെ വിപുലമായ മത്സര പരിപാടികളിൽ പങ്കെടുക്കാൻ വേണ്ടിയുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും വേണ്ടിയാണ് ബാലവേദി ഈ അവധിക്കാലത്ത് ഇത്തരമൊരു കലോത്സവ പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്.